പ്രണയാഗ്നി രചന റോസ് സൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഞാൻ അത് പിന്നെ വേണ്ട, എനിക്ക് പേടിയാ. വീട്ടിലറിഞ്ഞ ഒന്നാമത് എൻ്റെ സാറാ, ഇങ്ങനെയൊന്നും പാടില്ല. അവനിൽ നിന്നും നോട്ടം പിൻവലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അയിനോ ദേവ, എനിക്കറിയാം. ആദ്യം ഞാൻ കണ്ടെത്തിയ പെൺകുട്ടി എൻ്റെ അമ്മക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ വരും. പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് തരുമെന്ന് തൻ്റെ വീട്ടുകാരോട് ചോദിക്കാൻ. അവർ സമ്മതം പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇനി അഥവാ പറഞ്ഞില്ലെങ്കിലും തൻ്റെ കഴുത്തിലൊരു താലി കയറുന്നുണ്ടെങ്കിൽ അത് ഈ സച്ചിൻ മാധവ് കിട്ടുന്നതായിരിക്കും. അതിലൊരു സംശയവുമില്ല. സച്ചിൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവനന്ദ നിന്ന് വിയർത്തു, എന്ത് പറയണമെന്നറിയാതെ. നാളെ തന്നെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഞാനും അമ്മയും വരും, നിർമ്മാല്യം തൊഴാൻ. കുറച്ചകലെയാണെങ്കിലും അമ്മയും കൂടി ഞാൻ വരും, താനുണ്ടായിരിക്കണം പറഞ്ഞുകൊണ്ട് അവളുടെ ബുക്ക് എടുത്തു കൊടുത്ത് സച്ചിൻ അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പോയി. ദേവനന്ദ അതേ നിൽപ്പ് തന്നെ നിന്നവിടെ. ഉച്ചക്ക് അമ്പൊന്ന് മയങ്ങുമ്പോഴാണ് ഫോൺ റിങ് ചെയ്ത്. ഫോൺ എടുത്ത് നോക്കിയവൻ. പൊതുവാളെങ്കിൽ വായിച്ചുകൊണ്ട് അവൻ വേഗം ഫോൺ എടുത്തു. അങ്കിൾ, അപ്പുറത്ത് അങ്കിൾ പറയുന്ന കേട്ട് അമ്പ് എഴുന്നേറ്റു. ഞാനത് പക്ഷേ ഇപ്പം തന്നെ വരാം, അങ്കിളുടെ തറവാട് വീട്ടിലേക്ക്. ഇവിടുന്ന് വണ്ടി ഓടിയെത്താൻ സമയം അത്രേ വേണ്ടു പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ വേഗം ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങി. അമ്മമ്മയുടെ റൂമിൽ പഴയ ആൽബം നോക്കിയിരിക്കുകയാണ് ദക്ഷ. ദശു, വേഗം ഒരുങ്ങി വാ, പൊതുവാളെങ്കിൽ തറവാട്ടിലെത്തി. അവിടേക്ക് വരാൻ പറഞ്ഞിരിക്കുക, നീ പെട്ടെന്ന് റെഡിയായി വാ. അമ്പു വാതിൽക്കിൽ നിന്ന് പറഞ്ഞു. മോനെ, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാവൂ, അച്ഛനെ കൂട്ടി പോടാ. അമ്മമ്മ പേടിയോടെ പറഞ്ഞു. അമ്മമ്മ പേടിക്കണ്ട, ഞങ്ങൾ പോകുന്ന പൊതുവാളങ്ങളുടെ വീട്ടിലേക്കാ. അവിടെ ആരും ഒന്ന് അങ്കിള് വന്നാൽ മാത്രമേ കേസ് നേരാവണ്ണം നടക്കുകയുള്ളൂ. സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും. എടി, പെട്ടെന്ന് ഒരുങ്ങി വാ പറഞ്ഞുകൊണ്ട് അമ്പു ഉമ്മറത്തേക്ക് നടന്നു. അമ്മമ്മ പേടിക്കണ്ട, പൊതുവാളെങ്കിലും സിംഹ ആരുടെ മുമ്പിലും തോൽക്കില്ല. ആരെയും വെറുതെ വിടിയല്ല, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഉറച്ച മനസ്സോടെ പറഞ്ഞു ദച്ചു. വേഗം ഡ്രസ്സ് എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറി. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഒരുങ്ങിയിറങ്ങി അവൾ ബൈക്കിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് നന്ദ വരുന്നത് കണ്ടത്. അല്ല, നിനക്ക് ക്ലാസ് ഇല്ലേ? അമ്പു ചോദിച്ചു. ഉച്ചയ്ക്ക് സാറില്ല, വെറുതെ അവിടെ പിന്നെ ഇരുന്നിട്ട് എന്തിനാ? അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി ദേവനന്ദ. അവളുടെ മുഖം മാറിയിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അമ്പു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ദക്ഷ പിന്നിലേക്ക് കയറിയിരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ദക്ഷ വലത് കൈകൊണ്ട് അമ്പുവിൻ്റെ വയറിന് മീതെ കൂടെ ചുറ്റിപ്പിടിച്ചു. ചെറുപുഞ്ചിരിയോടെ ഇടത് കൈകൊണ്ട് മീശയുടെ അറ്റമൊന്ന് പിരിച്ചു അമ്പു. അമ്പു ഒന്നും മിണ്ടാതെ വണ്ടി ഓടിക്കുന്ന കണ്ടപ്പോൾ ദക്ഷയുടെ മനസ്സിൽ കുളിർമഴ പെയ്തു. തങ്ങൾക്കിടയിലെ മഞ്ഞുമല ഉരുകിപ്പോകുന്ന അറിഞ്ഞു അവൾ. അമ്പു തന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ പരമൊരു സന്തോഷമില്ലായിരുന്നവൾക്ക്. ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നലായിരുന്നു ഇതുവരെ. ആരെ വിശ്വസിക്കണമെന്നറിയാത്ത അവസ്ഥ. അമ്പു കൂടെയുണ്ടെങ്കിൽ ഒരു പേടിയുമില്ല തനിക്ക്. വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്ന അവൾ. അരമണിക്കൂർ കൊണ്ട് പൊതുവാളങ്ങളുടെ വീട്ടിലെത്തിയവർ. അവരെ കാത്ത് പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം. വലിയ തറവാട് വീടാണ് അങ്കിളിൻ്റെ. അങ്കിളിൻ്റെ അമ്മയുണ്ട്. മാത്രമല്ല 2 അനിയന്മാരും ഫാമിലി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. വലിയ ജോലിക്കാരാണ് അവർ. പൊതുവാളെങ്കിലും ഫാമിലി ഡൽഹിയിലാണ് ഔദ്യോഗിക ജീവിതം നയിക്കുന്നത്. സുപ്രീം കോടതിയിലെ ഗർജിക്കുന്ന സിംഹമാണ് രാമമൂർത്തി പൊതുവാൾ. തികച്ചും പേഴ്സണലായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എത്തിയത്. ചന്ദ്രശേഖരനുമായിട്ടുള്ള ആത്മബന്ധം കൊണ്ട്. അദ്ദേഹവും ഭാര്യയും മരിച്ചു എന്ന വാർത്ത ഏറെ വേദനാജനകമായിരുന്നു അദ്ദേഹത്തിന്. അവരെ കണ്ടപ്പോൾ തന്നെ പൂമുഖത്തെ ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റു അദ്ദേഹം. കണ്ടാൽ തന്നെ ഗൗരവം നിറഞ്ഞ മുഖഭാവം. ഗോൾഡ് ഫ്രെയിമുള്ള കണ്ണട മുഖത്തിന് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. നര കുറേശ്ശെ കയറിയ മുടി, വെളുത്ത മുഖം, 6 അടിയിലധികം പൊക്കം, അതിനൊത്ത ശരീരവും, വെള്ള ഷർട്ടും കറുപ്പ് പാൻറ്റുമാണ് വേഷം. അങ്കിൾ, ദക്ഷ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ച്. അത്രയ്ക്ക് അടുപ്പമാണ് അദ്ദേഹവും ദക്ഷയും തമ്മിൽ. മോളെ, നിന്നെ അഭിമുഖീകരിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വരാൻ ഇത്ര വൈകിയത്. പിന്നെ എൻ്റെ ചന്ദ്രുവിനെയും കൃഷ്ണയെയും നിശ്ചലമായി കാണാനുള്ള ത്രാണിയില്ലാതെ പോയി. അവരുടെ ജീവനുള്ള കാലത്തെ ഓർമ്മ മാത്രം മതി എനിക്ക് എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ആൻറ്റി അങ്കിൾ ഇവിടേക്ക് വരാതിരുന്നത്. എന്നാൽ നിനക്കൂടി അപകടം പറ്റിയെന്ന് അറിഞ്ഞിട്ട് ഞാനവിടെ സമാധാനമായിട്ടിരിക്കുന്നത് എങ്ങനെയാ? എല്ലാവരെയും പൂട്ടാൻ തന്നെയാണ് അങ്കിൾ വന്നത്. എൻ്റെ ചന്ദ്രുവിനെ ഇല്ലാതാക്കാൻ ആരാണ് ശ്രമിച്ചെങ്കിലും അവരെ വിലങ്ങണയിച്ച് കാണാതിന് എനിക്ക് വിശ്രമമില്ല. മോള് ധൈര്യമായിട്ടിരിക്കുക, അങ്കിളുടെ കൂടെ. ദക്ഷയുടെ നെറുകിൽ തലോടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അങ്കിൾ, എന്നാലും അബി എന്നെ... ദക്ഷ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മോളെ എല്ലാം ഒന്ന് കലങ്ങി തെളിയണം. വിശ്വനും വക്കീലുമാണ് അതിൻ്റെ പുറകിലെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എനിക്ക്. അങ്ങനെ വളർന്നവരായിരുന്നു ഞങ്ങൾ. സ്വത്തിനും പണത്തിനും മീതെ പരുന്നു പറക്കില്ലെന്ന് അവരുടെ തോന്നൽ മാറ്റിക്കൊടുക്കണം. രണ്ടിനെ അഴിയണിക്കും ഞാൻ. സൗഹൃദത്തിൻ്റെ വില എന്താണെന്ന് അവരറിയിക്കും ഞാൻ. അവർക്ക് എങ്ങനെ കഴിഞ്ഞതിന്? ചന്ദ്രനെ ഇല്ലാതാക്കാൻ മാത്രം ശത്രുത 2 പേരിലും വളർന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരുപാട് കാലമൊന്നും സത്യം മറച്ചു വെക്കാൻ കഴിയില്ല മോളെ. സത്യം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. തളരരുത്. നീ ധൈര്യത്തോടെ നിൽക്കണം. കൊടുങ്കാറ്റ് വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയണം. അതായിരിക്കണം പെണ്ണ്.
അവരെ ഞാൻ കാണുന്നുണ്ട്. ആദ്യം കേസിന്റെ ഡീറ്റെയിൽസ് അറിയട്ടെ, എന്നിട്ട് വിശ്വനാഥന്റെ കോട്ടയിലേക്ക് ഒരു പോക്കുണ്ട്. വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു പൊതുവാൾ. അതെ അങ്കിൾ, ദക്ഷയ്ക്ക് നേരെ ഉണ്ടായ ആക്രമത്തിൽ നിന്ന് ഉറപ്പാണോ? അവർ തന്നെയാണ് എൻ്റെ. ബാക്കി പറയാതെ മുഷ്ടിയുരുട്ടി അമ്പു, നമുക്ക് സ്റ്റേഷനിലേക്ക് പോകണം. കേസിന്റെ ഇപ്പോഴത്തെ ഗതി എന്താണെന്ന് അറിയണം. കേസ് ഇഴഞ്ഞ മട്ടിലാണ് പോകുന്നെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടണം. മോൾക്ക് നേരിടേണ്ട ആക്രമണം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ആദ്യം മരണം സംഭവിച്ച് എങ്ങനെയെന്ന് നോക്കാം. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അങ്കിൾ പറയുന്ന ശ്രദ്ധയോടെ കേട്ട് നിന്ന് അമ്പു. അപ്പോഴേക്കും പൊതുവാളങ്കിളുടെ അമ്മ വന്ന് അവരെ കൂട്ടി അകത്തേക്ക് പോയി. ചായ കുടിക്കാൻ വിളിക്കാൻ വന്നതായിരുന്നു അവർ. ചായ കുടിച്ച അങ്കിളുടെ അനിയന്റെ കാറിലാണ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടത്. പൊതുവാളങ്കിളുടെ കാർഡ് കണ്ടപ്പോൾ തന്നെ പോലീസുകാർ മുഖത്തോട് മുഖം നോക്കി. ഓഫീസറെ കാണാൻ അദ്ദേഹം കയറിയപ്പോൾ അമ്പുവും ദക്ഷയും പുറത്ത് കാത്തു നിന്നു. കേസിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയുമ്പോൾ ഓഫീസറുടെ അശ്രദ്ധയും താല്പര്യമില്ലായ്മയും ശ്രദ്ധിച്ചു പൊതുവാള്. അയാളെന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്ന പോലെ. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇടിച്ച ലോറിയും കസ്റ്റഡിയിലുണ്ട്. പക്ഷെ RC ഓണർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. വണ്ടി ഷെഡിൽ നിന്ന് ആരും എടുത്തിട്ട് പോയതാന്നാ പറയുന്നത്. വണ്ടി ഓടിച്ച ആളെ കണ്ടുപിടിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് ഞങ്ങൾ. പിന്നെ കേരള പോലീസ് അത്ര നീതി പുലർത്തിക്കൊണ്ട് കേസ് അന്വേഷിച്ചാലും കുറ്റം കണ്ടുപിടിക്കുന്നവരാണല്ലോ നിങ്ങളെപ്പോലുള്ളവർ. അത് ഈ കേസിലെന്നല്ല, എല്ലാ കേസുകളിലും സംഭവിക്കുന്ന. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം ലഭിച്ച് അറിയിക്കാം. അയാളുടെ സംസാര രീതിയും ശൈലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പൊതുവാൾ സാറിന്. ഓഫീസറുടെ നെയിം ബോർഡ് വായിച്ചു പൊതുവാള്. ഓക്കെ മിസ്റ്റർ സണ്ണി അബ്രഹാം, ബാക്കി കോടതി കാണാം പറഞ്ഞുകൊണ്ട് പൊതുവാൾ സാർ ഇറങ്ങി. ആ സ്റ്റേഷനിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായൊന്നും ലഭിക്കാൻ പോകുന്നില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അടുത്ത ലെവലിലേക്ക് പോകണം. അന്വേഷണം എത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറണം. അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പൊതുവാൾ ഇറങ്ങി. വീണ്ടും പൊതുവാൾ സാറിന്റെ വീട്ടിലേക്ക് വന്നവർ കോടതിയിൽ നേരിട്ട് ഹർജി ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. മോളെ, നിന്റെ പഠിപ്പിപ്പോൾ എവിടെ വരെ? ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ. ഇനി അടുത്ത് MSc ചെയ്യണം. പക്ഷെ ഇപ്പോൾ ഒന്നിനും വയ്യെങ്കിൽ വല്ലാത്ത പേടി തോന്നുക. ചുറ്റും ശത്രുക്കളാ. ദക്ഷയുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ച് കണ്ടു അദ്ദേഹം. മോളെ, അങ്കിളുടെ ഒരു അഭിപ്രായം പറയാം. ആദ്യം നിങ്ങൾ വിവാഹിതരാവണം. ഇപ്പം തീരുമാനിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ചടങ്ങ് എത്രയും പെട്ടെന്ന് നടക്കണം. അതാണ് സേഫ്. അങ്കിൾ പറഞ്ഞു കേട്ടപ്പോൾ പകപ്പോടെയാണ് അമ്പുവും ദക്ഷയും പരസ്പരം നോക്കിയത്. അതൊന്നും ഇപ്പം ശരിയാവില്ല അങ്കിൾ, അമ്പു പെട്ടെന്ന് പറഞ്ഞു. നീ അതൊന്നും പറയണ്ട. ഞാൻ വരുന്നതിന് നിന്റെ അച്ഛമ്മയും അച്ഛനെയും കാണാൻ. എന്ത് വേണമെന്ന് ഞങ്ങൾ കാരണന്മാർ തീരുമാനിച്ചോളാം. ഇപ്പം ഇവരുടെ ഗാർഡിയൻ ഞാനാണ്. അത് റെക്കോർഡുകൾ പോലും വ്യക്തമാണ്. എന്ന് വെച്ചാൽ ചന്ദ്രു എല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. അവൻ്റെ മരണം പോലും. വിശ്വാസമായില്ലല്ലേ? ഇരിക്ക്, ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് പൊതുവാൾ സാറ് റൂമിലേക്ക് പോയി. ദക്ഷയും അമ്പുവും പരസ്പരം നോക്കി. റൂമിലേക്ക് പോയി പൊതുവാൾ സാറ് കയ്യിലൊരു ബ്രീഫ് കേസുമായി തിരികെ വന്നു. അതിൽ നിന്ന് 2 ഫയൽ എടുത്തു. ചന്ദ്രു മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞാൽ ഇതെല്ലാം എൻ്റെ കൈ കിട്ടുന്നു. കൂടെ ഈ എഴുത്തുകളും. ഇത് നിങ്ങൾ 2 പേർക്കുള്ളതാണ്. ഇത് മാത്രമല്ല, നിന്റെ അച്ഛനും അച്ഛമ്മയ്ക്കും. അത് പൊട്ടിക്കുന്നത് ശരിയല്ല. ദക്ഷയ്ക്ക് അമ്പുവിന് ഓരോ കവർ എടുത്തുകൊണ്ട് പറഞ്ഞു അദ്ദേഹം. ഇതിൻ്റെ എല്ലാം ഓരോ പകർപ്പ് എനിക്ക് അയച്ചിട്ടുണ്ട്. അമ്പു വേഗം കവർ പൊട്ടിച്ച് വായിച്ചു. ആദ്യമൊക്കെ അമ്പുവിനോട് ചെയ്തതിനുള്ള ക്ഷമാപണമായിരുന്നു. പിന്നീട് പേര് പറയാതെ വ്യക്തമാക്കിയ ശത്രുക്കളും മരണം അടുത്തു എന്നത് എഴുതുന്ന പോലെ. ഞാൻ മരിച്ച എത്രയും പെട്ടെന്ന് നീ ദക്ഷയെ വിവാഹം കഴിക്കണം. എൻ്റെ മോളെ സുരക്ഷിതമായി നിന്റെ കയ്യിലല്ലാതെ ഏൽപ്പിക്കാൻ മറ്റൊരു കൈകളില്ല എനിക്ക്. മാമിയെയും ദക്ഷയെയും നിന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ കത്ത് നിന്റെ കൈകളിൽ കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ആർക്കും അറിയാത്ത വിശ്വസ്തനായവൻ്റെ കയ്യിൽ ഞാനെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. സമയമാവുമ്പോൾ നിന്റെ കൈകളിലെത്തും. എൻ്റെ മോളെ നീ കൈവിടരുത്. കത്തിലെ അവസാന വാചകം വായിച്ച് തീരുമ്പോഴേക്കും അമ്പുവിൻ്റെ കണ്ണുനീർ തുള്ളികൾ ആ കത്തിലെ അക്ഷരങ്ങളെ പടർത്താൻ തുടങ്ങിയിരുന്നു. ദക്ഷയും കത്തിലെ വരികളിലൂടെ കണ്ണോടിക്കുകയായിരുന്നു തൻ്റെ അച്ഛൻ്റെ കൈപ്പട. മോളെ, അമ്പുവിനേക്കാൾ നിന്നെ സംരക്ഷിക്കാൻ മറ്റൊരാൾ അച്ഛൻ കാണുന്നില്ല. അച്ഛൻ്റെയും നിന്റെ അപ്പച്ചിയുടെയും കുഞ്ഞുനാളിലെ ആഗ്രഹമായിരുന്നു എനിക്കൊരു മോനും അവൾക്കൊരു മോനും ഉണ്ടായ നിങ്ങളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കണമെന്ന്. എൻ്റെ പെങ്ങളുടെ ആഗ്രഹം നിറവേറ്റണം. അമ്പുവല്ലാതെ മറ്റൊരാളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അച്ഛൻ ജീവനോടെ ഉണ്ടെങ്കിലും മരിച്ചാലും അവൻ കിട്ടിയ താലിയാവണം നിന്റെ കഴുത്തിലണിയാൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, അച്ഛൻ്റെ ആഗ്രഹം പോലെ നടക്കണം. ഞങ്ങൾ നാളെ കേസിൻ്റെ കാര്യമായിട്ട് ബിസി ആയിരിക്കും. മറ്റന്നാൾ അവിടേക്ക് വരാം. പിന്നെ ബാങ്കിൽ പോകണം. തിങ്കളാഴ്ച നമുക്ക് ബാങ്കിൽ പോകണം. നേരത്തെ വരണം. മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം. അടുത്ത ആഴ്ച ആൻറ്റി നീലിമയും നിരഞ്ജനും വരും. അവർ വന്നാൽ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കണം. പിന്നെ വീട് അടച്ചിടണ്ട. അച്ഛമ്മയെ കൂട്ടി ഇവിടേക്ക് വന്ന് നിൽക്ക്. ജോലിക്കാരും ഉണ്ടല്ലോ. കേസിൻ്റെ കാര്യത്തിൻ്റെ ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ആങ്കിളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായി അവർക്ക്. വൈകുന്നേരത്തോടെ അവർ യാത്ര പറഞ്ഞിറങ്ങി. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ദക്ഷയും അമ്പു. മാമനെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു എന്നത് അവൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. തലവേദനയാണെന്നും പറഞ്ഞ് വന്നപാടെ കയറി കിടക്കുകയാണ് ദേവനന്ദ. എത്രയൊക്കെ ഓർക്കേണ്ടെന്ന് ശ്രമിച്ചിട്ടും അവളുടെ മനസ്സിൽ സാറിൻ്റെ മുഖം തെളിഞ്ഞു വന്നു.
മഹാദേവ, അങ്ങയുടെ സന്നിധിയിലേക്കാണല്ലോ നാളെ വരാൻ പറഞ്ഞിരിക്കുന്നത്. പോയില്ലെങ്കിൽ സാർ ഉറപ്പായും പിന്മാറും. പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മനസ്സിൽ ഉറപ്പിച്ചു അവള്. രാത്രി അത്താഴത്തിന് അമ്പു നിർബന്ധിച്ചപ്പോൾ ദേവനന്ദ മനസ്സിലാമനസ്സോടെ കഴിക്കാൻ വന്നു. കഴിക്കാൻ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇരുന്നത്. മോനെ, നാളെ തെച്ചുമോടെ നാളാണ്. നാളെ ശിവക്ഷേത്രത്തിൽ വഴിപാട് നേർന്നിട്ടുണ്ട്. നീ അവരെ രണ്ടുപേരെയും കൂട്ടി പോകണം. വന്നിട്ട് കോളേജിൽ പോവാൻ നിനക്ക്. അച്ചമ്മ ദേവനന്ദയെ നോക്കി പറഞ്ഞു. കഴിച്ചിരുന്ന ഭക്ഷണം തരിപ്പിൽ കയറി ചുമച്ച് ദേവനന്ദ അടുത്തിരുന്ന അമ്പുകളെ നോക്കിക്കൊണ്ട് വെള്ളമെടുത്ത് കൊടുത്തു. ദേഹം മുഴുവൻ തളരുന്ന പോലെ തോന്നി അവൾക്ക്. എന്തോ ഒരു ശക്തി തങ്ങൾ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നി അവൾക്ക്. മനസ്സുകൊണ്ട് പോവേണ്ടെന്ന് തീരുമാനിച്ചിരുന്നാണ് താൻ. എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ അവളുടെ മനസ്സുഴറി. ഈ സമയം ഹാളിലെ വലിയ ആട്ടുകെട്ടിൽ അമ്മയുടെ മടിയിൽ തലവിച്ച് കിടക്കുകയാണ് സച്ചിൻ മാധവ്. എന്തിനാ മോനെ അത്രയും ദൂരം പോകുന്നു? അമ്മയ്ക്ക് ബാങ്കിൽ പോവേണ്ടതല്ലേ? ഇവിടെ അടുത്ത ക്ഷേത്രത്തിൽ പോയാൽ മതിയായിരുന്നു. അമ്മയുടെ വിരലുകൾ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അമ്മ, അമ്മയ്ക്കൊരു സർപ്രൈസ് അവിടെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ ഇറങ്ങാം. ബാങ്കിൽ പോകുന്നതിന് മുമ്പ് തന്നെ എത്തുകയും ചെയ്യാം. അമ്മയെ ഞാൻ കൊണ്ടുവിട്ടോളാം. എന്നിട്ട് ഞാൻ കോളേജിൽ പോവാം. പോരെ? അമ്മ കൂടുതലൊന്നും പറയണ്ട. എന്നതിന് വൈകണ്ട. അമ്മ കിടന്നോളൂ. പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അമ്മയെ കെട്ടിപ്പിടിച്ച് കവിളിൽ അമർത്തി ചുംബിച്ചു സച്ചി. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മോനെ. അമ്മ തിരിച്ചു അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. രണ്ടുപേരും അവരുടെ റൂമിലേക്ക് നടന്നു. സ്റ്റെയർ കേസ് കയറി ബാൽക്കണിയിലേക്ക് നടക്കുമ്പോൾ സച്ചിൻ മാധവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പ്രണയത്തിൻ്റെ വശ്യമായ പുഞ്ചിരി. അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല നന്ദയ്ക്ക്. നാളത്തെ ഒരു ദിവസം എങ്ങനെ മറികടക്കുന്ന ചിന്തയായിരുന്നു അവൾക്ക്. ഏട്ടനാണ് കൂടെ വരുന്നത്. ദേവേട്ടൻ്റെ വാശിയും ദേഷ്യം അറിയുന്നതാണ് തനിക്ക്. സാറെന്തെങ്കിലും അവിടെ വെച്ച് പറഞ്ഞാൽ തീർച്ചയായും ദേവേട്ടൻ ഒതുങ്ങിയിരിക്കുകയില്ല. മനസ്സിനൊരു സമാധാനവും തോന്നിയില്ല അവൾക്ക്. തിരിഞ്ഞു മറിഞ്ഞും കിടന്നു നന്ദ. കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ഒരുങ്ങി ദക്ഷ. നന്ദയെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കുളിക്കാൻ വിട്ട് ദക്ഷയാണ്. ബാത്റൂമിൽ കയറി പിന്നെ ആലോചിച്ച് നിന്നു നന്ദ. പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി കുളിച്ച് വേഷം മാറി അവൾ. ധാവണിയാണ് ഉടുത്തത്. ഓറഞ്ച് നിറത്തിലുള്ള ധാവണിയും സാരിയും, അതേ നിറത്തിലുള്ള കസവ് പാവാടയും ബ്ലൗസും. വലിയ കണ്ണുകളിൽ കൺമിഷി എഴുതി, നെറ്റിയിൽ കുഞ്ഞു പൊട്ടും, മുടി ചീകി ഒതുക്കി പിന്നെ വിടർത്തിയിട്ടു. നന്ദ വേവാ. അമ്പൂരിങ്ങി ഷർട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് വാതിലിൽ നിന്ന് വിളിച്ചു. ആ ദാ വരുന്നതേ വേട്ടാ. ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നന്ദ പുറത്തേക്ക് ഇറങ്ങി. ബ്ലാക്ക് ഷർട്ടും വെള്ളയിൽ കറുപ്പ് കരയുള്ള മുണ്ടുമായിരുന്നു അമ്പുവിന്റെ വേഷം. മെറൂൺ കളർ ബ്ലൗസും കസവ് സെറ്റ് മുണ്ടുമെടുത്ത് ദക്ഷയും ഒരുങ്ങി നിൽക്കുന്നുണ്ട്. വേഗം പോവാൻ നോക്ക്, നിർമാല്യത്തിനുള്ള സമയമായി. മോളെ, തിരുമേനെ കണ്ട് പ്രത്യേകം പറയണം, അച്ചമ്മ പറഞ്ഞതാണെന്ന്. അച്ചമ്മ തിരക്ക് കൂട്ടി. പറയാച്ചമ്മേ, പോയിട്ട് വരാം. നന്ദ പറഞ്ഞോണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ഒപ്പം ദക്ഷയും. അമ്പു അപ്പോഴേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. തൊടിയിൽ നിന്ന് വയൽവരമ്പിലേക്ക് ഇറങ്ങി അവൻ. തിരിഞ്ഞു നോക്കി പിന്നാലെ വരുന്ന അവരെ നോക്കി പറഞ്ഞു. സൂക്ഷിച്ചു നടക്കണം കേട്ടോ. ദക്ഷയെ മാത്രം ഉദ്ദേശിച്ചുള്ളതായിരുന്നു അതെന്ന് മനസ്സിലായി നന്ദയ്ക്ക്. നന്ദയുടെ മുഖത്ത് അത്ര തെളിച്ചമില്ലാത്ത പോലെ തോന്നി അവന്. എപ്പോഴും കലപില സംസാരിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കുന്നു ഒരു മൗനം. അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് നടന്നു അമ്പു. അവന് പിന്നാലെ നന്ദയും അവൾക്ക് പിന്നാലെ ദക്ഷയും. ക്ഷേത്രത്തിൽ നിന്ന് ഈശ്വരസ്തുതി ഉയർന്നു കേൾക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട് ക്ഷേത്രത്തിൽ. കാലത്തെ നിർമ്മാല്യം തൊഴാനും വൈകിട്ടത്തെ ദീപാരാധനയ്ക്കും. അതുകൊണ്ട് തന്നെ കാറും ബൈക്കുകളെല്ലാം പുറത്ത് ആലിൻചുവട്ടിൽ നിൽക്കുന്നുണ്ട്. നന്ദയുടെ കണ്ണുകൾ സാറിൻ്റെ ബുള്ളറ്റ് തിരഞ്ഞു. നേരിയ ആശ്വാസം തോന്നി അവൾക്ക്. ബുള്ളറ്റില്ല, ഇനി കാറുണ്ടോ എന്തോ. പലവിധ ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ക്ഷേത്ര കവാടത്തിലേക്ക് നടക്കും തോറും അവളുടെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു. അമ്പ് കൊടിമരത്തിനടുത്തെത്തി കഴിഞ്ഞിരുന്ന അപ്പോഴേക്കും ദക്ഷയും നന്ദയും ഒരുമിച്ചാണ് കയറിയത്. വേഗം വഴിപാട് ചീട്ടാക്കാൻ പോയി നന്ദ. ദക്ഷ അവിടെ കൂടെ നിന്നു. വഴിപാട് എഴുതാതിരിക്കുന്ന ആളെ പരിചയമുള്ളതുകൊണ്ട് അച്ഛൻ എഴുതി കൊടുത്ത കടലാസ് അങ്ങനെ കൊടുത്ത് ഏൽപ്പിച്ചു. പൈസയും. നടയിലേക്ക് ചെന്നോളൂ കുട്ടിയെ, സമയമായി. വഴിപാട് ഞാൻ എഴുതി വെക്കാം. കൗണ്ടറിലിരിക്കുന്ന ആള് പറഞ്ഞപ്പോൾ രണ്ടുപേരും ശ്രീകോവിലിനടുത്തേക്ക് നടന്നു. ശ്രീകോവിലിന് മുമ്പിൽ വരിയാണ്. അവർ ആ വരിയിൽ ചേർന്ന് കൈ കൂപ്പി പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. നിർമാല്യത്തിനുള്ള മണി മുഴങ്ങി. എല്ലാവരും പ്രതിഷ്ഠയിലേക്ക് നോക്കി കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിച്ചു. മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ നന്ദ പ്രാർത്ഥിക്കുകയാണ്, സാറും അമ്മ ഇവിടേക്ക് വന്നിട്ടുണ്ടാവില്ലേ എന്ന്. എന്നാൽ അവളുടെ പ്രതീക്ഷ പാടെ തെറ്റിച്ചുകൊണ്ട് അവൾക്കെതിരെ ആണുങ്ങളുടെ വരിയിൽ ശ്രീകോവിലേക്ക് നോക്കാതെ കൈകൂപ്പിക്കൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സച്ചിൻ. പൂർണ്ണചന്ദ്രശോഭയേറിയ മുഖത്തോടെ. പറഞ്ഞിരുന്നെങ്കിലും ദേവനന്ദ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല സച്ചിൻ. നന്ദയുടെ പിന്നിലാണ് ദക്ഷ നിന്നിരുന്നത്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ് ഇരുവരും. ദക്ഷയ്ക്ക് പിന്നിൽ സെറ്റ് സാരിയെടുത്ത് ശാരീനത തുളുമ്പുന്നൊരമ്മ കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിച്ചു നിന്നു. അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കവിളിണകളെ ചുംബിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. അതെ, സച്ചിൻ മാധവിൻ്റെ അമ്മ ശ്രീരേഖ. അത്യാവശ്യം ഉയരവും അതിനൊത്ത വണ്ണവും വെളുത്ത നിറവും. കണ്ടാൽ തന്നെ അറിയാം ഉദ്യോഗസ്ഥയാണെന്ന്. അത്രയ്ക്ക് പ്രൗഢിയുണ്ടായിരുന്നു അവർക്ക്. പ്രാർത്ഥിച്ച് തൊട്ട് നെറുകിൽ വെച്ച് തിരിഞ്ഞു നന്ദ. അപ്പോഴേക്കും സച്ചിൻ തിരിഞ്ഞു നിന്നു.
പൂജാരിയിൽ നിന്നും പ്രസാദം വാങ്ങാൻ വഴിയിൽ പോകുമ്പോഴാണ് 2-3 പേർ ഇടയിൽ കയറിയത്. ദക്ഷ കുറച്ച് മുന്നിലായപ്പോൾ ദക്ഷയാണ് ആദ്യം പ്രസാദം വാങ്ങിയത്. അമ്പു പ്രസാദം വാങ്ങിയിട്ടില്ല, ഞാൻ തൊടുവിച്ച് തരാം. നന്ദയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞ് ദക്ഷ അമ്പുവിൻ്റെ അടുത്തേക്ക് പോയി. ഒപ്പം 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ സംസാരിച്ചു നിന്ന് നന്ദ ഏറ്റവും പിന്നിലാവുകയും ചെയ്തു. പൂജാരി കൊടുത്ത തീർത്ഥവും ഇലച്ചീന്തല പ്രസാദവും വാങ്ങി നന്ദ ഇലച്ചീന്തല ചന്ദനം മോതിരവിരൽ കൊണ്ടെടുത്ത് തൊടാനൊരുങ്ങുമ്പോഴാണ് പിന്നിൽ വന്ന ആരോ ഇടിച്ചത്. പ്രസാദം താഴെ പോവുകയും ചെയ്തു. സോറി, കാലുകെട്ടിയതാ. പരിചിതമായ ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ടാണ് നന്ദ തിരിഞ്ഞു നോക്കിയത്. പിന്നിൽ നിൽക്കുന്ന സച്ചിൻ മാധവ് കള്ളച്ചിരിയോടെ. തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.